ഈ വണ്ടി കംപ്ലീറ്റ് ഉണ്ടാക്കാൻ എനിക്ക് ആകെ 2000 താഴെ ചിലവ് വന്നുള്ളൂ. 19 വികലാംഗർക്ക് വണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ബൈക്കിന്റെ പടങ്ങളായിരുന്നു. അപ്പൊ അത് പോയി മേടിച്ചോണ്ട് വന്നിട്ടാണ് ഈ വണ്ടി പടം കണ്ടുണ്ടാക്കിയത്. മോഡിഫിക്കേഷൻ നിയമം നമ്മളെ പോലെ എന്തൂസിയാസ്റ്റിന് ശരിക്കും ബുദ്ധിമുട്ടാണ്. വണ്ടി ഓടിക്കണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താവും ചെയ്യും. അവന്റെ ശരീരം നോണേക്കാളും നന്ന വണ്ടിക്ക് പറ്റരുതെന്ന്. മോട്ടോഫ്ലിക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പ്രശോഭേട്ടൻ്റെ അടുത്ത് വളരെ യാദൃശ്ചികമായി കണ്ടൊരു വണ്ടിയാണ് ഹോണ്ട CBR. ഒരു കുഞ്ഞൻ CBR ആണ് നമ്മുടെ കയ്യിലുള്ളത്. കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് വണ്ടിയാണ്. ഹാൻഡ് മെയ്ഡ് വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊന്നും നമുക്കറിയാൻ പാടില്ല. അപ്പോൾ നമുക്ക് പ്രശോഭേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്താണ് ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊന്നും. പ്രശോഭേട്ടാ, കഴിഞ്ഞ കുറേ വീഡിയോ ആയില്ലേ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടണോ? ഇതെങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ ഒരു തീരുമാനം വന്നത് എങ്ങനെയാണ്? ഇത് എനിക്ക് ചെറുപ്പത്തിലെ ഫസ്റ്റ് ഞാനൊരു ബൈക്ക് ഉണ്ടാക്കി ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. ഏഷ്യാൻ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു ബൈക്കല്ല, പലതവണ വണ്ടി ഉണ്ടാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 14-15 വയസ്സ് സമയത്ത് ഞാൻ ഒരു റെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞൊരു ബൈക്ക് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. റെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു ബൈക്ക്, ഏതാണ്ട് കറക്റ്റ് ഇയർ എനിക്കിപ്പോൾ ഓർമ്മ കിട്ടാണ്. പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കുന്നത് 2005-ലാണ്. 2005. അപ്പൊ 2005 സമയത്ത് ഇവിടെ എറണാകുളത്ത് ചേംബർ ജോസ് ആ സമയത്ത് ഒരു CBR പണിതിറക്കി. ഫുൾ സൈസ് അല്ല, അന്ന് CBZ ആണ് CBR ഉണ്ടാക്കിയിരുന്ന. സ്ഥിരം വേട്ടമൃഗം CBR. ഞാൻ ഞങ്ങളെ ഈ CBZ അപ്പൊ ഫുൾ സൈസ് CBR അതിനാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ എന്റെ പ്രായം 15 വയസ്സ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ആ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അല്ല, ആ വണ്ടി ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ തന്നെ എന്നെ ഓടിച്ചിടുന്ന കാലമാണ്. ഇന്നിപ്പോ ഫോൺ എടുത്ത് കുത്തിയെ കിട്ടുന്ന കാലമാണ്. അന്ന് അതിന് വിലയില്ല. അപ്പൊ എന്റെ സൈസിൽ എനിക്കത് ഉണ്ടാക്കാൻ പറ്റണം. അപ്പൊ ആ സമയത്ത് ഉണ്ടാക്കിയ വണ്ടി അത്. ഓക്കെ. അപ്പൊ അന്ന് 2005 15 വയസ്സാണ്. സോറി, എനിക്ക് 17 വയസ്സുണ്ട് ആ സമയത്ത്. 17 വയസ്സിലുണ്ടാക്കിയ വണ്ടിയാണത്. 18ാമത്തെ വയസ്സ് പിറന്നാളിന്റെ ഇത് ഇറങ്ങിയത്. ഇത് ഏതാണ്ട് 7 മാസം പിടിച്ച് വണ്ടി ഉണ്ടാക്കാൻ. അല്ല, അപ്പൊ ഇതിന്റെ ടാങ്ക് ഒക്കെ സ്വയം കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്തതാ. ഈ വണ്ടി കംപ്ലീറ്റ് ഉണ്ടാക്കാൻ എനിക്ക് ആകെ 2000 താഴെ ചിലവ് വന്നുള്ളൂ. അപ്പൊ ഇതിനകത്തിരിക്കുന്ന എഞ്ചിൻ ഹീറോയുടെ എഞ്ചിനാണ്. ഞാൻ പലതവണ മാറിയിട്ടുണ്ട്. ആദ്യം ഹീറോ പുക്ക് എന്ന് പറഞ്ഞ വണ്ടിയുടെ 2 സ്ട്രോക്ക് എഞ്ചിനായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നു, ഇറക്കിയ കാലത്ത്. അതിനുശേഷമാണ് ഇത് ഹീറോ ഹോണ്ട സ്ട്രീറ്റിന്റെ എഞ്ചിൻ. അതിന് ക്ലച്ച് ഇല്ലാത്ത എഞ്ചിനായിരുന്നു. ആ സംഭവം ഞാൻ അതിനകത്തോട്ട് ഓൾറെഡി ക്ലച്ച് കയറ്റിയിട്ടാണ് ഇതിനകത്തോട്ട് കയറ്റി. അതായത് ആ ക്ലച്ച് ഒരു പവർ ഫിഗർ കൂടാൻ വേണ്ടി? ഇല്ല, അതിനല്ല. ഓൾറെഡി മറ്റത് ഓട്ടോ ക്ലച്ച് ആയിരുന്നു. ഗിയർ ഉണ്ട്, പക്ഷെ ഓട്ടോ ക്ലച്ച്. പക്ഷെ എനിക്ക് ആ ബൈക്കിന്റെ ഫീൽ കിട്ടാൻ വേണ്ടി വീണ്ടും അത് ക്ലച്ച് ആക്കിയിട്ടാണ് ഇതിനകത്തോട്ട് കയറ്റി. ഇപ്പൊ തന്നെ ഞങ്ങൾ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് ടൗണിൽ കൂടെ വന്നപ്പം എല്ലാവരുടെ ശ്രദ്ധ ഈ വണ്ടിയിലായിരുന്നു. എല്ലാവരും വന്ന്, ഇപ്പം ഞങ്ങളൊരു പെട്രോൾ പമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക ഇതേതാ ഈ വണ്ടി എന്ന്. ഇത് വേറെ വണ്ടികൾ ആർക്കെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? വണ്ടി ഞാൻ ഇതുപോലെ എനിക്ക് ഫസ്റ്റ് ഞാൻ കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തമായിട്ട് കാർ ഉണ്ടാക്കിയാണ് കാർ ഓടിക്കാൻ പഠിച്ചത്. ഓക്കെ. അത് കറക്റ്റ് 15 വയസ്സ് സമയത്താണ്. ഗിയറുള്ള കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ഗിയർ അടക്കം എല്ലാം ഒരു കാറിന് എന്താണോ ഉള്ളത് ആ രീതിയിൽ തന്നെ ഉള്ളൊരു കാർ. അത് ഏഷ്യാൻ ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടാക്കാം. 2002-2003 സമയത്തൊക്കെയാണ് അത് ചെയ്ത്. ആ സമയത്ത് നമ്മളെപ്പോലെ യൂട്യൂബേഴ്സ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഏഷ്യാൻ ന്യൂസിൽ വന്നത്. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ മോട്ടോഫ്ലിക്സ് ഉറപ്പായിട്ടും ചെയ്തത്. അന്ന് ഏഷ്യാൻ ന്യൂസ് ആണ് വന്നത്. അന്ന് കൊടവച്ച വണ്ടിയാണ്. കൊടവച്ച വണ്ടി വന്ന് ചെയ്തിട്ട് പോയി.
ഇന്ന് വാർത്ത വായിക്കണ ഒരു ചേച്ചി അന്ന് തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് 15 വയസ്സുള്ളപ്പോ അപ്പൊ ആ സമയത്ത് ഞാൻ കാറുണ്ടാക്കി ഓടിച്ചോണ്ട് നടക്കുന്ന സമയത്ത് എന്നെ തടഞ്ഞു നിർത്തിയ ഒരു വികലാംഗൻ എൻ്റെ അടുത്ത് ചോദിച്ച് എനിക്ക് ആ വണ്ടി തരുമോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറ്റില്ല, ഞാൻ വേണമെങ്കിൽ എഞ്ചിൻ കയറ്റി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ആ പുള്ളിക്ക് അന്ന് ഞാൻ 15ാമത്തെ വയസ്സിൽ ഞാൻ പുള്ളിക്ക് എഞ്ചിൻ കയറ്റി കൊടുത്തു. സണ്ണിയുടെ എഞ്ചിനാണ്, ഉദയംപേരൂർ ഉള്ള ഒരാളാണ്. അപ്പോൾ ആ പുള്ളിയുടെ വണ്ടിക്ക് അത് കയറ്റി കൊടുത്ത് അതിനുശേഷം ഞാൻ മൊത്തം 19 വികലാംഗർക്ക് ആ പ്രായം മുതൽ ഈ ഇവിടെ വരെ 19 വികലാംഗർക്ക് വണ്ടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വണ്ടി സ്ഥിരം ഓടിക്കുമോ? ഇതിപ്പോ കുറെ കാലമായി ഓടിച്ചിട്ട്. ഇപ്പൊ ഇതിനു മുമ്പ് ഒരു 1 year മുമ്പ് ഓടിച്ചു. അതിനു മുമ്പ് ലിക്കിമോളിയുടെ പരിപാടിക്ക് ഇന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മുടെ എയർപോർട്ടിന്റെ അവിടെ ACRല്. അതിന് മുമ്പ് ഇത് ഓടിച്ചേക്കണത് എന്റെ കല്യാണത്തിന് 2015 ഓടിച്ചേക്കണത്. കല്യാണത്തിന് ഈ വണ്ടിയില്ല, പെണ്ണും ചെക്കനും വന്നതൊക്കെ ഈ വണ്ടിയിലായിരുന്നു. രണ്ടുപേരും പ്രശ്നമൊന്നുമില്ല. അതെ. പിന്നെ ഇതിന്റെ ഇത് എനിക്കൊന്ന് KB100 മീറ്ററാണ്. ഇപ്പോഴും അതിന്റെ RP ഒക്കെ വർക്കിംഗ് ആണ്. സ്പീഡോമീറ്റർ പണ്ട് വർക്കിംഗ് ആയിരുന്നു, അതൊക്കെ ഇപ്പൊ പോയി. KB100 സ്പീഡോമീറ്റർ ആണ് ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ ഇതെന്താ ടെമ്പററി സെറ്റ് ചെയ്യണം. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്താലേ എല്ലാം ഉണ്ടാക്കിയെടുത്ത ടാങ്ക് ഉണ്ടാക്കിയത്. പിന്നെ ഇതിന്റെ ഈ പീസ് എല്ലാം ഉണ്ടാക്കി കംപ്ലീറ്റ് സാധനം ഉണ്ടാക്കി 2005 മോഡൽ CBR തന്നെയാണ്. 2005 മോഡൽ CBR അതുപോലെ തന്നെ പുസ്തകത്തിന്റെ അട്ടിന്ന് കിട്ടിയതാണ്. അതായത് നേരിട്ട് കണ്ടിട്ടില്ല ആ സമയത്ത് ഒരു സൂപ്പർ ബൈക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടാളിൽ കയറി നടക്കുമ്പോഴാണ് ആ സമയത്ത് നവനീതിന്റെ പുസ്തകങ്ങളില് അന്നത്തെ സമയത്ത് ഇതുണ്ടായിരുന്നു, മറ്റേ ഓരോ ബൈക്കിന്റെ പടങ്ങളായിരുന്നു. അപ്പൊ അത് പോയി മേടിച്ചോണ്ട് വന്നിട്ടാണ് ഈ വണ്ടി പടം കണ്ടുണ്ടാക്കിയതാണ്. അപ്പൊ ഇതിന്റെ സൈഡുകളും വശങ്ങളൊക്കെ ഫുൾ ഒരു ഡയറക്ഷനിലേ ഉള്ളൂ. അത് നമ്മൾ കാണും. ഈ വര, ഈ കാണുന്ന വര, ഈ കാണുന്ന വര നമ്മുടെ കാണും, നമ്മളത് കാണും. അതിന്റെ ഒരു ഷെയ്ഡ് കണ്ടിട്ട് അത് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ഇതിന്റെ അടിയിലും അതെ, ചില വരകളൊക്കെ ആ ഫോട്ടോയിൽ വ്യക്തമല്ലെങ്കിൽ പോലും നമ്മളത് കാണും. അത് കാണും, മനസ്സിലാവും അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കും. കാരണം ഫോട്ടോയ്ക്കകത്ത് ഒരു ഡയമെൻഷനേ ഉള്ളൂ. അപ്പോൾ ഫോട്ടോയ്ക്കകത്ത് ശരിക്കും ഒരു ഡയമെൻഷനേ ഉള്ളൂ. ആ ഒരു ഡയമെൻഷനിലുള്ള ഫോട്ടോ കണ്ടിട്ടാണ് പ്രശോഭേട്ടൻ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത് ഇന്നത്തെ കാലത്തെ പോലെ നമുക്ക് യൂട്യൂബോ സാധനങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ലോകത്തിൻ്റെ എവിടെ ഒരു വണ്ടി ലോഞ്ച് ചെയ്താലും നമുക്ക് യൂട്യൂബിൽ കയറി അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട്സ് കിട്ടും. അതിൻ്റെ ഏത് പൊസിഷനിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫ്സ് നമുക്ക് കിട്ടും. പക്ഷേ ആ സമയത്ത് വെറും ഒരു ഫോട്ടോ വെച്ചിട്ടാണ് അണ്ണൻ ഇതുപോലത്തെ ഒരു വണ്ടി ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ 2007 സമയത്ത് എനിക്കൊരു മോട്ടോക്രോസ് വണ്ടി ഉണ്ടായിരുന്നു, YZ250. അതായത് യമഹയുടെ ഒറിജിനൽ ഫോറിൻ ഇമ്പോർട്ടഡ് ബൈക്ക് സെൻട്രൽ ഷോക്ക് സൈഡ് ഉണ്ടായിരുന്ന വണ്ടി ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ RX 135 സെൻട്രൽ ഷോക്ക് സഹിതം ചെയ്ത് ഫുൾ ബോഡി YZ250 ചെയ്ത്. ആ വണ്ടി അത് ആ വണ്ടിയാണ് 16 വർഷം എൻ്റെ കയ്യിലുണ്ട്. അത് RD ആയി, അത് പല രീതിയിലും മോഡിഫിക്കേഷൻ സ്ഥിരം വേട്ടമൃഗമായിരുന്നു. അത് ഒരിക്കലും കൊടുക്കില്ലെന്ന് പറഞ്ഞൊരു വണ്ടിയായിരുന്നു. പക്ഷെ അത് അത്രയ്ക്ക് മോഡിഫിക്കേഷൻ ചെയ്തേക്കണോണ്ട് ഇപ്പോഴത്തെ മോഡിഫിക്കേഷന്റെ നിയമം നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനൊരു ഒറ്റ വിഷമത്തിലാണ്. ഇപ്പോഴത്തെ മോഡിഫിക്കേഷൻ നിയമം നമ്മളെ പോലെ എന്തൂസിയാസ്റ്റിന് ശരിക്കും ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മളെ ക്രിയേറ്റീവായിട്ടൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് നല്ലത്. ഒരു സിനിമ എടുത്തത് അടുത്ത പടം അതേപോലെ തന്നെ ചെയ്യണതാണ് തെറ്റ്. അതിന് പകരം അവൻ മാറ്റിയെടുക്കുമ്പോൾ അത് നല്ല സിനിമ. നമ്മള് നമ്മുടെ വണ്ടിയിൽ ഒരു ചെറിയൊരു വ്യത്യാസം ചെയ്യണത് അത് പോയി തെറ്റ്. അതൊക്കെ പറഞ്ഞിട്ട് നിയമങ്ങൾക്ക് മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ചെയ്യണവൻ മാക്സിമം വണ്ടിയുടെ കാര്യം നോക്കിയേ ചെയ്യുള്ളൂ. വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയി. ഒരാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ ആ വണ്ടിനെ കുറിച്ച് വണ്ടി ഓടിക്കണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താവും ചെയ്യും. അവന്റെ ശരീരം നോണേക്കാളും നിന്ന വണ്ടിക്ക് പറ്റരുതെന്നുള്ളതും മറ്റൊരുത്തിന് പറ്റരുതെന്നുള്ളതും അവന് കറക്റ്റ് ആയിട്ടൊരു ഉറപ്പുണ്ട്. അത്ര ക്ലിയർ ആയിട്ടാണ് അവരും കൊണ്ടുനടക്കണത്. ഓക്കെ. പിന്നെ ഇതിന്റെ മോണോഷോക്ക് സസ്പെൻഷൻ ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്തത്? അതൊക്കെ എല്ലാം അഡ്ജസ്റ്റ്മെന്റ് ആണ്. കിട്ടിയത് അത് സണ്ണിയുടെ സ്പ്രിങ് കട്ട് ചെയ്തതാണ്. ബജാജ് സണ്ണിയുടെ ഫ്രണ്ട് വീലും കൈനറ്റ് ബാക്ക് വീലാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഒരു CBR എന്തൊക്കെയുണ്ട് അതെല്ലാം ഇതിനകത്തുണ്ട്. ഈ വണ്ടി ചെയ്യണത്, ഈ വണ്ടിയുടെ അളവെടുക്കണത്, ആ ഫോട്ടോയിൽ ഞാൻ അളവെടുക്കണത് ആ വണ്ടിയുടെ ടയർ നോക്കിയിട്ടാണ്. ആ വണ്ടിയുടെ ഫോട്ടോയിൽ കാണുന്ന വണ്ടിയുടെ ടയർ നമ്മുടെ കയ്യിലിരിക്കണ ടയർ. അപ്പൊ ആ വണ്ടിയുടെ ഫോട്ടോയിൽ ആ ടയർ എത്രത്തോളം ഉണ്ട്, അത് നമ്മുടെ കയ്യിലിരിക്കണ ടയർ ആ വണ്ടിയിൽ എത്രത്തോളം ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ അതൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് വെച്ചത്. അതാണ് നമ്മൾ ഇതിലോട്ട് അതിന്റെ അതിനകത്തോട്ട് എല്ലാം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ അളവ് തെറ്റി പോകും. അല്ലെങ്കിൽ ടയർ സൈസിൽ വണ്ടി ഒതുക്കുന്നില്ല, അല്ലെങ്കിൽ വണ്ടിയുടെ സൈസിൽ ടയർ ഒതുക്കില്ല. ഓക്കെ. അപ്പൊ ഇതിന് ടയറൊക്കെ എവിടെ നിന്ന് ഇതൊക്കെ ശരിക്കും പറഞ്ഞ തൃപ്പൂണിത്തുറ കട്ടവർഗീസ് എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ അടുത്ത് മേടിച്ചാ. അപ്പൊ ഇതിനൊരു രസമുണ്ട്. എന്റെ ഒരു ചേട്ടനായിട്ട് ഞാൻ കാർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് പോയി സെക്കൻഡ് ടയർ പോയി ചോദിക്കുകയാണ്. ചോദിക്കുമ്പോ ആ ചേട്ടൻ നന്നായിട്ട് വെള്ളം മൂത്ത് കിടക്കുക.
ഒരു ഉച്ച സമയത്താ. അപ്പൊ ആ ചേട്ടൻ്റെ അടുത്ത് 4 ടയർ വേണമെന്ന് പറഞ്ഞപ്പോ ആ ചേട്ടൻ നോക്കിക്കോളാൻ പറഞ്ഞു. നോക്കി 4 ടയർ പറ്റിയതെടുത്ത്. എത്ര ചേട്ടാന്ന് ചോദിച്ചപ്പോ ആ ചേട്ടൻ ഉറക്കത്തിൽ നിന്ന് കൈവെക്കിട്ട് 4 പേരിൽ ഇങ്ങനെ വെക്കി കാണിച്ചു. 400 ആണോ 40 ആണോ 10 ആണോ 4 രൂപയാണോ ഒരു പിടുത്തമില്ല. പുള്ളി നല്ല വെള്ളം. എന്റെ ചേട്ടൻ പറഞ്ഞൊരു 40 രൂപ എടുത്ത് കൈ കൊടുക്കാൻ പറഞ്ഞു. 40 രൂപ എടുത്ത് കൈ കൊടുത്ത് 4 ടയർ തന്ന. ആ കാറിൽ ഉണ്ടായിരുന്ന 4 ടയറാണ്. അന്നത്തെ ടയറാണ് ഇത് ഇപ്പോഴും. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ ഹോണ്ട CBR, ലിറ്റിൽ CBRൻ്റെ, അതായത് പ്രശോഭേൻ്റെ ലിറ്റിൽ CBR എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതൊക്കെയാണ് നമ്മുടെ ലിറ്റിൽ CBRൻ്റെ വിശേഷങ്ങൾ. മോട്ടോഫ്ലിക്സിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും CBR ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഏതായാലും റൈഡർ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, പില്ലിയൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചോട്ടൊന്ന് കേട്ട് നോക്കാം. നമുക്കെന്താണെങ്കിലും CBRനകത്ത് റൈഡ് പോയിട്ട് വരാം.